നെക്സ്റ്റ് നമുക്ക് ഇക്വലൻസ് റിലേഷന്റെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. സിമെട്രിക് റിലേഷനും റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആയാൽ മാത്രമേ ഒരു റിലേഷൻ ഇക്വലൻസ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് സിമെട്രിക് റിലേഷനെ കുറിച്ച് പഠിക്കാം. എ റിലേഷൻ ആർ ഓൺ എ സെറ്റ്, റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് സിമെട്രിക്. സിമെട്രിക് ആകണമെങ്കിൽ സിമെട്രിക് ഇഫ് whenever A R B then B R A. That is A B belongs to, that is A B belongs to R ആയാൽ B A belongs to R. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു റിലേഷൻ സിമെട്രിക് ആവുള്ളൂ. നമ്മളിപ്പോൾ എക്ക് ബിയോട് റിലേഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് ബിക്ക് എന്തിനു വേണം, എയോട് റിലേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ ആർ എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആണ്. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പൊ എ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെറ്റ് എടുക്കണം. ആദ്യത്തെ സെറ്റ് തന്നെ എടുക്കാം. 1 2 3 ആണ്. നമുക്കൊരു R1 എന്ന് പറഞ്ഞ റിലേഷൻ നമ്മളിവിടെ എഴുതി. 1 2 ഉണ്ട്, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, ദെൻ 2 1 ഉണ്ട്. ഈ റിലേഷൻ സിമെട്രിക് ആണോ എന്ന് നോക്കണം നമുക്ക്. ഇവിടെ എന്താണ് റിലേഷൻ സിമെട്രിക്കിന്റെ കണ്ടീഷൻ എന്താണ്? 1 2 ഉണ്ടെങ്കിൽ തിരിച്ച് 2 1 വേണം. അതായത് 1 3 ഉണ്ടെങ്കിൽ തിരിച്ച് 3 1 വേണം. 1 1 ആണെങ്കിൽ തിരിച്ച് 1 1. അത് ഓക്കെയാണ് അല്ലേ? അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷൻ, ഈ തന്നിരിക്കുന്ന റിലേഷൻ സിമെട്രിക് ആകണമെങ്കിൽ എന്താവണം? ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കണം. 1 2 ഉണ്ട്, ബിലോങ്സ് ടു ആർ ആണ് കറക്റ്റ് ആയിട്ട്. ദെൻ അതിന് കറസ്പോണ്ടിങ് 2 1 ബിലോങ്സ് ടു ആർ ആണ്. 1 2 ബിലോങ്സ് ടു ആർ ആണ്. 2 1 ബിലോങ്സ് ടു ആർ ആണ്. 1 1 ബിലോങ്സ് ടു ഓൾറെഡി ഇതാണ്. 1 1 ബിലോങ്സ് ടു ആർ തിരിച്ചു പറഞ്ഞാലും നമുക്ക് റിലേഷൻ ഉണ്ട്. 2 2 ബിലോങ്സ് ടു ആർ തിരിച്ചു പറഞ്ഞാലും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ എ ബി ബിലോങ്സ് ടു ആർ ആണ്. അതുപോലെ തന്നെ ഇംപ്ലൈസ് ബി എയും ബിലോങ്സ് ടു ആർ ആണ് അല്ലേ? അപ്പൊ എ ബി ബിലോങ്സ് ടു ആർ ആണ്, ബി എയും ബിലോങ്സ് ടു ആർ ആണ്. Therefore R1 ഈസ് സിമെട്രിക്. R1 നമുക്ക് സിമെട്രിക് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ക്വസ്റ്റിനകത്ത് വേറെ 1 2 ഉണ്ടെങ്കിൽ 2 1 മതി. വേറെ എന്തുണ്ടായാലും നമ്മൾ റിഫ്ലക്സീവ് പോലെ തന്നെ യാതൊരു കുഴപ്പമില്ല അല്ലേ? ഇനി അടുത്ത R2 എന്ന് പറഞ്ഞ റിലേഷൻ നമുക്ക് വേറെ പറഞ്ഞു. 1 1 ഉണ്ട്, 2 3 ഉണ്ട്, 3 2 ഉണ്ട്, 1 2 ഉണ്ട്, 2 1 ഉണ്ട്. ഈ തന്നിരിക്കുന്ന റിലേഷൻ നമുക്ക് സിമെട്രിക് ആണെന്ന് പരിശോധിക്കണം. ഇവിടെ നോക്കാം. 1 1 ഉണ്ട്, 1 1 ബിലോങ്സ് ടു ആർ ആണ്. അപ്പൊ 1 1നോടും ഉണ്ട്, തിരിച്ച് 1 ഉണ്ട് അല്ലേ? അത് കുഴപ്പമില്ല. അടുത്ത് നോക്കാം. 2 3 ബിലോങ്സ് ടു ആർ ആണ്. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 3 2 ബിലോങ്സ് ടു ആർ ആണ്. കറക്റ്റ് ആണ്. അത് കണ്ടീഷൻ കറക്റ്റ് ആണ്. ദെൻ അടുത്ത 1 2 ബിലോങ്സ് ടു ആർ ആണ്. ദെൻ 2 1 ബിലോങ്സ് ടു ആർ ആണ്. അത് നമുക്ക് കണ്ടീഷൻസ് രണ്ടും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore എ ബി ബിലോങ്സ് ടു ആർ ആണ്, ബി എ ബിലോങ്സ് ടു ആർ ആണ്. therefore R2 ഈസ് സിമെട്രിക് ആണ്. R2 സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റും. ഇതുപോലെ നമുക്ക് എന്തോരം എക്സാമ്പിൾ വരെ എഴുതാം. അതായത് നമുക്ക് ഒറ്റ കണ്ടീഷനുള്ളൂ. 1 2 ഉണ്ടെങ്കിൽ അവിടെ 2 1 വേണം. 1 3 ഉണ്ടെങ്കിൽ അവിടെ 3 1 വേണം. 3 1 ഉണ്ടെങ്കിൽ അവിടെ 1 3 വേണം. അപ്പൊ ഏതൊരു നമ്പറിനകത്തും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ റിലേഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ബൈ എ ബി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഈസ് നോട്ട് സിമെട്രിക് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറയുന്നത്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആർ ലെസ്, നമ്മുടെ കണ്ടീഷൻ ഇതാണ്. ആർ ലെസ് ദാൻ ആർ ഈക്വൽ ടു എ ബി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതാണ് കണ്ടീഷൻ തന്നേക്കണേ. അപ്പൊ സിമെട്രിക്കിനകത്ത് എക്ക് ഒരു എക്സാമ്പിളിലൂടെ കൊടുക്കാം. ലെറ്റ് എ ഈക്വൽ ടു 1 കൊടുത്തു, ബി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കൊടുത്തു. അപ്പൊ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരും. ഇത് ശരിയാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? 1 2 ബിലോങ്സ് ടു ആർ എന്ന് എഴുതാം. കറക്റ്റ് ആണ് കണ്ടീഷൻ. ദെൻ ഇത് തിരിച്ചു കൊടുത്താലോ? എക്ക് നമ്മൾ 2 കൊടുക്കുകയും ബിക്ക് നമ്മൾ 1 കൊടുക്കുമ്പോഴും കണ്ടീഷൻ ശരിയാവണം അല്ലേ? പക്ഷെ ഇവിടെ എന്നാ കിട്ടുന്നത്? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് കറക്റ്റ് ആണോ? ഈസ് നോട്ട് ട്രൂ. ഇത് ശരിയല്ല അല്ലേ? അപ്പൊ നമുക്കത് തെറ്റാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. 2 1 ശരിയല്ല. 2 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. 2 1 എന്ന് പറഞ്ഞാൽ ശരിയല്ല. അതായത് ഇവിടെ എഴുതാം 1 2 ബിലോങ്സ് ടു ആർ ആണ്. ബട്ട് എന്ത് പറയാം? 2 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ദാറ്റ് ഈസ് എ ബി ബിലോങ്സ് ടു ആർ ആണ്. ബട്ട് എന്താണ്? ബി എ ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. therefore ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് സിമെട്രിക് ആണ്. therefore ആർ ഈസ് നോട്ട് സിമെട്രിക്.
നോട്ട് സിമെട്രിക്. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ ഇപ്പൊ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ തന്നേക്കാണ്. ഇപ്പൊ എക്ക് ഒരു നമ്പർ കൊടുക്കുമ്പോൾ ബിക്ക് നമ്മൾ വേറൊരു നമ്പർ കൊടുത്തു, എ ഈക്വൽ ടു 1 കൊടുത്തു, ബി ഈക്വൽ ടു 2 കൊടുത്തു. ദെൻ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ കണ്ടീഷൻ ശരിയാവണമെങ്കിൽ തിരിച്ചും നമുക്ക് ശരിയായ മാത്രമേ ഈ 6 സിമെട്രിക് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എ ഈക്വൽ ടു 1 ആണ്, ബി ഈക്വൽ ടു 2 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ 1 2 ബിലോങ്സ് ടു 6, ഇറ്റ് ഈസ് 2 ആണ്. ദെൻ തിരിച്ച് എ 2 കൊടുത്തു, ബി 1 കൊടുത്തു. അപ്പൊ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് കറക്റ്റ് അല്ല അല്ലെ? ഈസ് നോട്ട് ട്രൂ. ശരിയായ കാര്യമല്ല. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതുകൊണ്ട് 2 1 ഡസ് നോട്ട് ബിലോങ്സ് ടു 6 എന്ന് എഴുതാം. അപ്പൊ 1 2 ബിലോങ്സ് ടു 6 ആണ്. ബട്ട് നമുക്ക് എന്താണ് 2 1 ഡസ് നോട്ട് ബിലോങ്സ് ടു 6. 1 2 ആണെങ്കിൽ 2 1 കൂടെ കറക്റ്റ് ആയാൽ മാത്രമേ സിമെട്രിക് ആവുള്ളൂ. അപ്പൊ നമ്മൾ കണ്ടീഷൻ എഴുതണം എ ബി ബിലോങ്സ് ടു ആർ ബട്ട് ബി എ ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. therefore R is not symmetric. Then third question നോക്കാം. നമുക്ക് എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണ്, റിയൽ നമ്പർ ആർ ആണ്, ആർ ഓൺ ഇസഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? വൈ എക്സ് ബിലോങ്സ് ടു ആർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ സപ്പോസ് എക്സ് വൈ ബിലോങ്സ് ടു ആർ എടുത്തു, ബിലോങ്സ് ടു ആർ, ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ 5 ആണ് അല്ലേ? ഡിവിസിബിൾ ബൈ 5 എന്ന്. ദാറ്റ് ഈസ് ഇംപ്ലൈസ് എന്താണ്? വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാലും അതെന്താണ്? വൈ മൈനസ് എക്സ് ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5 ആണ്. ഡിവിസിബിൾ ബൈ 5 ബൈ 5. therefore എന്ത് എഴുതാൻ പറ്റും? വൈ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എക്സ് ഇപ്പൊ ഇവിടെ എന്ത് കിട്ടി? എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണ്. therefore എന്താണ്? ഇംപ്ലൈസ് വൈ എക്സും ബിലോങ്സ് ടു എന്ത് കിട്ടി? ബിലോങ്സ് ടു ആർ ആണ്. therefore എന്ത് എഴുതാം? എ ബി ബിലോങ്സ് ടു ആർ ആണ്. ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ ആണ്. therefore R is symmetric എന്ന് പറയും. R is ഇത്ര എഴുതിയാൽ മതി. നമ്മളൊരു എക്സാമ്പിളിലൂടെ വരുമ്പോൾ എക്സ് വൈ ബിലോങ്സ് ടു ആർ, ദെൻ എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ 5. ദെൻ തിരിച്ചെന്ത് എഴുതാം? എക്സ് മൈനസ് വൈ ഇൻഡിജേഴ്സ് ആയതുകൊണ്ട് എക്സ് മൈനസ് വൈ ഡിവിസിബിൾ ബൈ 5 ആണെങ്കിൽ തിരിച്ച് വൈ മൈനസ് എക്സ് ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. അപ്പോൾ വൈ മൈനസ് എക്സ് ഡിവിസിബിൾ ബൈ 5 എന്ന് പറയുമ്പോൾ വൈ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതാം. അപ്പൊ എക്സ് വൈ ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് വൈ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് എന്താ? therefore എ ബി ബിലോങ്സ് ടു ആർ, ദെൻ തിരിച്ച് ബി എ ബിലോങ്സ് ടു ആർ. therefore R is symmetric എന്ന്. സിമെട്രിക്കിന്റെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഓൺ ദ സെറ്റ് ഇസഡ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് ഡിഫൈൻഡ് ബൈ എക്സ് വൈ, then x minus y is divisible by 3, then it is a symmetric ആണ് പ്രൂവ് ചെയ്യണം. എന്താ നമ്മുടെ സിമെട്രിക്കിന്റെ കണ്ടീഷൻ? എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ പി എ ബിലോങ്സ് ടു ആർ ആവണം. ദെൻ ആർ ഈ സിമെട്രിക് ആണ് അല്ലെ? അതായത് നമ്മൾ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും സെയിം ആയിരിക്കും, സിമെട്രിക് ആണ്. നമ്മുടെ ഐസ് സിമെട്രിക് ആണ് അല്ലെ? അപ്പൊ നമ്മുടെ ബോഡിയുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാർട്ട് ഇതെല്ലാം സിമെട്രിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ തിരിച്ച് എന്താവണം? ബി എ ബിലോങ്സ് ടു ആർ ആവണം. അതായത് 1 2 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ തിരിച്ച് 2 1 ബിലോങ്സ് ടു ആർ ആവണം. അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഓഫ് സിമെട്രിക് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കാം, നമ്മോട് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ 3. എക്സ് മൈനസ് വൈ ഡിവിസിബിൾ ബൈ 3 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അത് എക്സ് വൈ നമുക്ക് എടുക്കാം. എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ 3. ഫോർ ഓൾ എക്സ് വൈ ഇസഡ് വൈ ബിലോങ്സ് ടു എക്സ് വൈ ബിലോങ്സ് ടു ഏതാണ്? ഇസഡ് ആണ്. ആറിനകത്തുള്ള സെറ്റ് എന്താണ്? ഇസഡ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിജേഴ്സ് ആണ്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞ എന്താണ്? നെഗറ്റീവ് നമ്പറും സീറോയും പോസിറ്റീവ് നമ്പറും വരുന്നതാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണ്. ദെൻ എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ്. ദെൻ എക്സ് വൈ ഓർ ഓൾ എക്സ് കോമ വൈ ബിലോങ്സ് ടു ഇസഡ് ആണ്. ഇനി നമുക്ക് ഇതിൽ തിരിച്ചെടുക്കാം. വൈ മൈനസ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ്. ഡിവിസിബിൾ ബൈ 3. ദെൻ വൈയും എക്സും എന്താണ്? ഫോർ ഓൾ വൈ ആൻഡ് എക്സ് ബിലോങ്സ് ടു ഇസഡ് ആണ്. വൈയും എക്സും നമുക്ക് ഏതിനകത്ത് അങ്കാണ്? ഇസഡ് ആണ്, ഇൻഡിജേഴ്സ് ആണ്. ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാം 0 -1 -2 ദെൻ -3 എക്സെട്ര. ഇങ്ങോട്ട് 1 2 3 എക്സെട്ര. 0 ഇത് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്, ഇത് നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. 0 എന്ന് പറയുന്നത് നൈദർ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എക്സ് മൈനസ് വൈ ഇസ് ഡിവിസിബിൾ ബൈ 3 കിട്ടി. എക്സ് വൈ ബിലോങ്സ് ടു ഇസഡ് ആണ്.
y മൈനസ് എക്സും ഡിവിസിബിൾ ബൈ 3 കിട്ടി. ദെൻ എക്സ് വൈ ബിലോങ്സ് ടു ഇസഡ് ആണ്, ഇൻഡിജേഴ്സ് ആണ്, നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും വരാം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore yx belongs to r എന്ന് പറയാം. implies yx belongs to r. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? xy belongs to r, then yx belongs to r, therefore r is symmetric. r എന്ന് പറയുന്നത് നമുക്ക് സിമെട്രിക് ആണ്. r സിമെട്രിക് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഇൻഡിജേഴ്സ് എടുക്കാം. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻഡിജേഴ്സ് എടുത്തു, 1 എന്ന് പറഞ്ഞ ഇൻഡിജേഴ്സ് എടുത്തു, y എന്ന് പറഞ്ഞ് നമുക്ക് 4 എടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ നമ്മളെ 1 മൈനസ് 4 മൈനസ് 3. മൈനസ് 3 ഇസ് ഡിവിസിബിൾ ബൈ 3 അല്ലെ. മൈനസ് 3 എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ കാരണം ബൈ 3. കാരണം എന്താ? മൈനസ് 3 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 ബിലോങ്സ് ടു ഇസഡ് ആണ്. അപ്പൊ നമുക്കിത് ട്രൂ ആണ്. ഇറ്റ് ഈസ് ട്രൂ ആണ്. ദെൻ അടുത്ത് എന്താണ്? നമുക്ക് എടുത്തു നേരെ എടുത്തു തിരിച്ചു കൊടുത്തു നോക്കുക. എക്സിന് 4 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക. അപ്പൊ നമ്മുടെ എക്സ് മൈനസ് വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ വരും എക്സ് മൈനസ് വൈ ആണ്, തിരിച്ചു വരണം അല്ലെ. അപ്പൊ നമ്മൾ തിരിച്ചെടുത്തു 4 മൈനസ് 1 ആണ്. 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. 3 ഡിവിസിബിൾ ബൈ ആണ്. അപ്പൊ നമുക്ക് 1/4 തിരിച്ചെടുത്തു. 1/4 ബിലോങ്സ് ടു ഇസഡ് ആർ ആണ്. ദെൻ 4/1 ബിലോങ്സ് ടു ഇസഡ് ആണ്. ഈസ് ഡിവിസിബിൾ ബൈ 3. therefore എന്താണ്? 3/3 1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/4 ബിലോങ്സ് ടു ആർ ആണ്, 4/1 ബിലോങ്സ് ടു. അപ്പൊ 1/4 നമുക്ക് ബിലോങ്സ് ടു ആർ ആണ്, തിരിച്ച് 4/1 ബിലോങ്സ് ടു ആർ ആണ്. therefore ആർ ഈസ് എന്താണ്? സിമെട്രിക് ആണ്. ഇവിടെ എക്സാമ്പിൾ കൊടുക്കണം നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഇത്ര എഴുതുന്ന ഈ എക്സാമ്പിൾ നമ്മൾ മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നുള്ളൂ. നമ്മൾ എഴുതുമ്പോൾ ഇവിടം വരെ എഴുതിയാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. 4th ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ഓഫ് ഇസഡ് ഓഫ് ഇൻഡിജേഴ്സ് ആർ ഈക്വൽ ടു എ ബി ദെൻ എ പ്ലസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 2. നമുക്കറിയാം എന്താണ് നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ തിരിച്ച് എന്തായിരിക്കണം മക്കളെ? ബി എ ബിലോങ്സ് ടു ആർ ആവണം. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ആർ സിമെട്രിക് ആവുള്ളൂ. അതായത് 1 2 ഒരു സെറ്റിനകത്ത് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് അവിടെ 2 1 വേണം. 1 3 ഉണ്ടെങ്കിൽ എന്ത് വേണം? 3 1 വേണം അല്ലെ. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ആൻസർ എടുക്കുക. ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, നമ്മൾ എ ബി എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ് എടുത്തു. ദെൻ അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി സിമെട്രിക് ആവണമെങ്കിൽ എ പ്ലസ് ബി ഈക്വൽ ടു ലാംഡ. കാരണം ലാംഡ ഈസ് ദ മൾട്ടിപ്പിൾ. നമുക്കറിയാം ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ, ഡിവിസിബിൾ ആവണമെങ്കിൽ അത് 2ന്റെ മൾട്ടിപ്പിൾ ആവണം അല്ലെ. 2 into 2, 2 into 1, 2, 2 into 2, 4, 2 into 3, 6. അങ്ങനെ 2ന്റെ മൾട്ടിപ്പിൾ ആവണം. അപ്പൊ നമുക്ക് അതിനെ 2 ലാംഡ എന്ന് കൊടുത്തു. ലാംഡ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഇതിനെ നമുക്ക് നോക്കിക്കേ, ഈ എ പ്ലസ് ബി നമുക്ക് റൂൾ അനുസരിച്ച് കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലെ. അതിനെ നമുക്ക് ബി പ്ലസ് എന്ന് എഴുതുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ ഈ സൈഡിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. കാരണം എ പ്ലസ് ബി ഈക്വൽ ടു 2 ലാംഡ. തിരിച്ച് എ പ്ലസ് ബി നമുക്ക് എങ്ങനെ എഴുതാം? ബി പ്ലസ് എ. ഫോർ എക്സാമ്പിൾ നോക്കാം. 1 + 3 ഈക്വൽ ടു നമുക്ക് 4 കിട്ടും. ഇത് തിരിച്ച് 3 + 1 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? 4 തന്നെയാണ് അല്ലെ. അത് രണ്ടും എന്തിന്റെ മൾട്ടിപ്പിളാ? 2ന്റെ മൾട്ടിപ്പിളാ. അപ്പൊ നമുക്ക് ബി പ്ലസ് എ ഈക്വൽ ടു 2a, 2 ലാംഡ. ദാറ്റ് ഈസ് ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ ആണ്. അപ്പൊ എ ബി ബിലോങ്സ് ടു ആർ ആണ്. തിരിച്ചെന്താണ്? ബി എ ബിലോങ്സ് ടു ആർ ആണ്. therefore ആർ ഈസ് എന്ത് പറയാൻ പറ്റും? സിമെട്രിക് ആണ്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ എഴുതുന്നതിൽ ഇത്ര എഴുതിയാൽ മതി. വേറെ എഴുതി എക്സാമ്പിൾസ് ഒന്നും വേണ്ട. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. 5th ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കറിയാം നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ബി എ ബിലോങ്സ് ടു ആർ ആയിരിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ ആർ സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് തന്നേക്കണേ y ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ആണ്. ലെറ്റ് അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ലെറ്റ് എക്സ് വൈ ബിലോങ്സ് ടു ആർ. ദാറ്റ് ഈസ് y ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. അപ്പൊ എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ y ഡിവിസിബിൾ ബൈ എക്സ് ആണ്. ബട്ട് എന്ത് പറയാൻ പറ്റും? എക്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ y. therefore എന്താണ്? yx does not belongs to r. yx does not belongs to r. r is not symmetric. But therefore r is not symmetric.
ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പൊ നോക്കാം, നമുക്ക് 2 1 ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ y ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ആണ് ഫസ്റ്റ് വൺ എടുത്തേക്കണേ. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? 1 2 ബിലോങ്സ് ടു ആർ. 1 2 ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആണ്, ഇത് y ആണ്. അപ്പൊ 2 ഈസ് ഡിവിസിബിൾ ബൈ 1. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 2 ഈസ് ഡിവിസിബിൾ ബൈ 1. 2 ഈസ് ഡിവിസിബിൾ ബൈ 1. അപ്പൊ നമുക്ക് എന്താണ് 1 ആൻഡ് 2? 2 ബൈ y ഈസ് ഡിവിസിബിൾ ബൈ 1. അപ്പൊ 2 ബൈ 1, 2 ബൈ 1 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ? അതായത് 2 ബൈ 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ നമുക്ക് 2 ഈസ് ഡിവിസിബിൾ ബൈ 1 എടുക്കാം. നേരെ തിരിച്ച് ശരിയാണോ? അല്ല. ബട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബട്ട് 1 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. ബൈ 2 അല്ലേ? തിരിച്ച് നമുക്ക് ഒരിക്കലും പറ്റില്ല. ഇവിടെ 1 ആണ്, y കോർഡിനേറ്റ് 2 ആണ്, s കോർഡിനേറ്റ് 1 ആണ്. അപ്പൊ 2 ബൈ 1 ഇത് തിരിച്ചിട്ടുണ്ടെങ്കിൽ 1 ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 1 വരും. അപ്പൊ നമ്മുടെ y എന്ന് പറയുന്നത് ഇത് x, ഇത് y. അപ്പൊ y എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 ബൈ 2 വരും. ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ ആണ്. അപ്പൊ 2 1 ഡസ് നോട്ട് ബിലോങ്സ് ടു r ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? r ഈസ് നോട്ട് സിമെട്രിക്. ദെൻ അനദർ എക്സാമ്പിൾ, ഈ 1 2 3 4 5 വെച്ച് നമുക്ക് വീണ്ടും വേറെയും എക്സാമ്പിൾ എഴുതാം. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതിയാൽ മതി.